അതെ, അപ്പം ഞാൻ ഇന്ന് നിൽക്കുന്നതേ നമ്മളെ കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വെറും 5 കിലോമീറ്റർ അകലത്തിൽ നല്ല അടിപൊളി ഒരു കിടിലൻ 2 ഏക്കർ 75 സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. മുള്ളൻകുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു പ്ലോട്ട് വരുന്നത്. നല്ല അടിപൊളി കിടിലൻ പ്രോപ്പർട്ടിയാണ്. റബ്ബറുണ്ട്, കവുങ്ങുണ്ട്, തെങ്ങുണ്ട്, പ്ലാവുകളുണ്ട്, വറ്റാത്ത വെള്ളമുള്ള കിണറുണ്ട്, എല്ലാ സൗകര്യങ്ങളുള്ള നല്ല അടിപൊളി ഒരു കിടിലൻ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ബാ, അപ്പോൾ വഴിയും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ നമുക്ക്. ആയിക്കോട്ടെ, വഴി പറഞ്ഞുതരാം. നമ്മളെ കോഴിക്കോട് ജില്ലയിൽ കുറ്റ്യാടി ടൗണിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. മുള്ളംകുന്ന് എന്ന സ്ഥലത്താണ് നമ്മളുള്ളത്. മുള്ളംകുന്ന് വരുന്ന റോഡാണ്. ഈ റോഡ് നേരെ അങ്ങോട്ട് പോകുന്നത് കുണ്ടുതോട് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്ന റോഡാണ് കേട്ടോ. അപ്പൊ നമ്മളെ ടൗണിൽ നിന്ന് ഏകദേശം 1/2 കിലോമീറ്റർ മാറിയിട്ടാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ഇനി നമ്മളെ സ്ഥലം കാണിച്ചു കൊടുക്കണ്ടേ? സ്ഥലം വരുന്നത് ടാറിങ് റോഡിന്റെ സൈഡിൽ സ്ഥലം കിടക്കുന്നത് അവിടെയാണ്. ടാറിങ് റോഡിന്റെ സൈഡിൽ പറമ്പിലോട്ട് പോണ വഴിയാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. വലിയ വണ്ടിയെല്ലാം പോകാൻ സൗകര്യത്തിന് ഉള്ള വഴിയാണ്. അപ്പൊ നമുക്ക് സ്ഥലം ഒന്ന് കൊണ്ടേ കാണിച്ചു കൊടുത്താലോ? പോയി നോക്കാം. നമുക്ക് ഇന്നത്തെ നല്ല കിടിലൻ പ്ലോട്ടാണ്. അപ്പൊ ഇനി പ്ലോട്ടിന്റെ വിശേഷങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ പോവാല്ലേ? നേരെ പോവാം നമുക്ക്. അപ്പൊ അടുത്തൊക്കെ വീടുകളൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. പറമ്പിലോട്ട് പോണ വഴിയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. ഫുള്ള് കല്ലൊക്കെ പാകി നല്ല നീറ്റായിട്ട് നല്ല വണ്ടിയൊക്കെ പ്ലോട്ടിലോട്ട് പോകാൻ സൗകര്യത്തിനാണ് ആക്കിയിട്ടുള്ളത് കേട്ടോ. പിന്നെ മൊത്തം 2 ഏക്കർ 75 സെന്റ് സ്ഥലമാണുള്ളത്. അപ്പൊ അതിനകത്ത് റബ്ബർ, തെങ്ങ്, കവുങ്ങ് എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. കിടിലൻ പ്ലോട്ടാണ്. പോയി നോക്കാം നമുക്ക്. പോയി നോക്കാം. പിന്നെ കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റും സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഭാവിയിൽ നമുക്ക് കറണ്ടിന്റെ കണക്ഷനൊക്കെ എടുക്കാൻ സൗകര്യത്തിന്. അപ്പൊ നമ്മളെ പറമ്പിന്റെ അതിര് ഇവിടുന്ന് തുടങ്ങാണ് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് നമുക്ക് പ്ലോട്ടിൽ പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അവിടുന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഈ കാണുന്നതാണ് സ്ഥലം കേട്ടോ. മൊത്തം 2 ഏക്കർ 75 സെന്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ കിടിലൻ പ്ലോട്ടാണ്. നമ്മളെ സ്ഥലത്തിന് കുറച്ച് ചെറിയൊരു ചെരിവ് ഉള്ളതാണ് കേട്ടോ. പിന്നെ അങ്ങനെ തട്ടുതട്ടായി ഇങ്ങനെ കിടക്കുകയാണ്. അത്യാവശ്യം നല്ല സൂപ്പർ സ്ഥലമാണ്. പിന്നെ ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ ഇപ്പൊ കുറച്ച് കവുങ്ങൊക്കെയാണല്ലോ. ഏകദേശം അത്യാവശ്യം നല്ല കായ്ക്കണ കവുങ്ങ്, ഏകദേശം 200ഓളം കവുങ്ങാണുള്ളത്. ഈ ഒരു ഭാഗത്ത് ഇപ്പൊ കവുങ്ങുകളാണ് കൂടുതലായി നമുക്ക് കാണുന്നത് കേട്ടോ. പിന്നെ ഈ കവുങ്ങിന്റെ ഇടയ്ക്കെല്ലാം കുറെ തെങ്ങെല്ലാം ഉണ്ട്. ഞാനിപ്പോ അവിടെ നിന്നാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ അതിര് ഇവിടുന്നാണ്, ഇവിടെയാണ് അതിന്റെ അതിര് വരുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് കിടക്കുന്നത്. അതിന്റെ അതിര് അങ്ങനെ കിടക്കാണ് കേട്ടോ. അപ്പൊ ഇനി അതിലൊക്കെ അങ്ങോട്ട് പോവാം നമുക്ക്. പിന്നെ നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ നമ്മളെ കുറ്റ്യാടി ഇറിഗേഷൻ ഡാമിന്റെ അവിടുന്ന് ഏകദേശം 5 കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്ക് വരുന്നത് കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ 1/2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മളെ മുള്ളംകുന്ന് ടൗണിലേക്കാണ് എത്തുക. മുള്ളംകുന്ന് ടൗണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അക്ഷയ കേന്ദ്രം, വില്ലേജ് ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ്, കൃഷിഭവൻ, അതുപോലെ ഹയർ സെക്കൻഡറി സ്കൂള് എന്ന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ നമുക്ക് 1/2 കിലോമീറ്ററിന് ഈ മുള്ളംകുന്ന് ടൗണിൽ തന്നെ നല്ല വലിയൊരു പള്ളിയുണ്ട്. അതുപോലെ തന്നെ പള്ളിയോട് ചാരിയിട്ട് നല്ല ഒരു ഹയർ സെക്കൻഡറി സ്കൂളും കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് സ്കൂളിൽ പിള്ളേരൊക്കെ വിടണമെന്നുണ്ടെങ്കിൽ സൗകര്യമാണ്. 1/2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. അത്യാവശ്യം വലിയ സ്കൂളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതുപോലെ നല്ല കായ്ക്കുന്ന പ്ലാവ്, അതുപോലെ മാവ് എന്ന് വേണ്ട എല്ലാ ഫ്രൂട്ട്സ് ഐറ്റംസും മരങ്ങളും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു പ്ലോട്ടിലോട്ട് എല്ലായിടത്തോട്ടും വഴിയെല്ലാം ആക്കിയിട്ടുണ്ട് കേട്ടോ. പറമ്പിൽ എല്ലായിടത്തോട്ടും വണ്ടി ചെല്ലാൻ നല്ല സൗകര്യത്തിനുള്ള വഴിയെല്ലാം ആക്കിയിട്ടുണ്ട്. പിന്നെ തെങ്ങുണ്ട്. ഏകദേശം 100ഓളം തെങ്ങ്, 100ന്റെ അടുത്തോളം തെങ്ങുണ്ട്. നല്ല കായ്ക്കണ തെങ്ങാണ് കേട്ടോ. ഒക്കെ നല്ല കായ്ക്കണ തെങ്ങാണ്. ഇപ്പൊ നമ്മൾ തെങ്ങൊക്കെ കണ്ടില്ലേ. ഇനിയിപ്പൊ അടുത്ത കാര്യം എന്താക്കണം, കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റ് ആണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭാവിയിൽ ഒരു വീടൊക്കെ വെക്കുക. ഇനിയിപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫാമൊക്കെ തുടങ്ങുന്നുള്ളൊരു പ്രൊജക്ട് നമുക്ക് തുടങ്ങാന്നുണ്ടെങ്കിൽ അന്നേരം നമുക്ക് പുതിയ കറണ്ടിന്റെ കണക്ഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നിലവിൽ ഇതിനകത്ത് കറണ്ടിന്റെ കണക്ഷനൊക്കെ ഉള്ളതാണ്. ഇനി ഈ ഒരു 2 ഏക്കർ 75 സെന്റ് സ്ഥലത്തിനകത്ത് ഒരു പുകപ്പര ഉണ്ട്. അതുപോലെ വലിയൊരു ഊതിന്റെ മരം ഉണ്ട്. പിന്നെ ഒരു കിണറുണ്ട്. അത് ഇവിടെയാണ് വരുന്നത്. ഇനി അതൊന്ന് പോയിട്ട് നോക്കാം നമുക്ക്. ഇനി നമുക്ക് ഈ ഒരു പുകപ്പര ഒന്ന് കണ്ടാലോ. അപ്പൊ ഇനി അതൊന്ന് പോയി നോക്കാട്ടോ. ഈ ഒരു പുകപ്പര എങ്ങനെയാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്നൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. അപ്പൊ നോക്കിയാൽ നല്ല ഇഷ്ടികയിലാണ് ഇപ്പൊ ഇതിന്റെ പണിയെല്ലാം തീർത്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു പുകപ്പരയുടെ പണിയെല്ലാം തീർത്തിട്ടുള്ളത്, ഫുള്ള് തേച്ചിട്ടുള്ളതൊക്കെയാണ്. ഡോറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് ഇവിടെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് പറമ്പിൽ ഇപ്പൊ അടയ്ക്ക, തേങ്ങ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള നല്ലൊരു ഒരു സ്റ്റോർ റൂം വരുന്നുണ്ട്. ഇനിയിപ്പോ അതെല്ലാം പണിക്കാരൊക്കെ ഉണ്ടെങ്കിൽ, പറമ്പിൽ പണിക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നിൽക്കാനോ അങ്ങനെയൊക്കെ ഉപയോഗിക്കാം നമുക്ക് വേണമെങ്കിൽ. ഇപ്പൊ നിലവിലിപ്പോ ഇതിനകത്ത് തേങ്ങ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇട്ടേക്കുന്നത് അല്ലെ? തേങ്ങ, അടയ്ക്ക, നിങ്ങളെ സംഭവങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാം അല്ലെ? അതെ. ഇപ്പൊ നിങ്ങൾക്ക് ആകാംക്ഷ ഉള്ള സംഭവമാണ് പുകപ്പര എങ്ങനെയാ ഉണ്ടാക്കിയിട്ടുള്ളത്, അതിന്റെ നിർമ്മാണം ഒന്ന് കാണിച്ചാൽ എങ്ങനെയാ ഉണ്ടാക്കി, അതിന്റെ സൗകര്യം ഒന്ന് കാണിക്കാം കേട്ടോ. അപ്പൊ ഇതേ പുകപ്പര വരുന്നത് ഈ ഒരു രീതിയിലാണ്. ഫുള്ള് ഇഷ്ടികയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളെ
പോപ്പരേന്റെ ഏകദേശം ആ ഒരു സ്റ്റൈല് അല്ലെ. ഏകദേശം ഒരു 100-150ഓളം ഷീറ്റ് പുകയിടാന്നാണ് ഇപ്പൊ അവര് പറഞ്ഞിട്ടുള്ളത്. കണ്ടില്ല, ഇവിടെ മുകളിൽ ഇടാം, താഴെ ഇടാം. താഴെ നമ്മളെ ഉണ്ടാക്കിയ അതേപോലത്തെ പോപ്പരയാണ് അല്ലേ. അതെ, അതിന്റെ ഉള്ളിലോട്ട് അടുപ്പൊക്കെ നീളത്തിൽ അതിന്റെ ഉള്ളിലോട്ട് ആ ഒരു രീതിയിലാണ് സെറ്റ് ആക്കിയിട്ടുള്ളത്. ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ അധികം ചിലപ്പോൾ ക്ലിയർ കുറവായിരിക്കും. ഫുള്ള് നല്ല എന്താ പറയാ സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. അതെ, തീയോ കാര്യങ്ങളൊന്നും പിടിക്കുകയില്ല. അത്യാവശ്യം നല്ല ഇതിൽ തന്നെ ഉണ്ടാക്കിയത് അല്ലേ. അതെ. ഇപ്പൊ ഈ ഒരു പുകപ്പരകൾ കണ്ടില്ലേ, നല്ല അടിപൊളി കിടിലൻ പുകപ്പരയാണ്. ഷീറ്റൊക്കെ ഏകദേശം 150 ഷീറ്റൊക്കെ പുകയിട്ട് ഉണക്കി എടുക്കുന്നതാണ്. ഇനി നമുക്ക് അടുത്ത് കാണാനുള്ള സംഭവം എന്താണെന്നറിയോ, വലിയൊരു ഊതിന്റെ മരം ഉണ്ട് അവിടെ. ഇനി അത് കാണിച്ചു തരാം, വാ അങ്ങോട്ട് പോവാൻ. അപ്പൊ ദേ ഈ ഒരു പോപ്പരേന്റെ അടുത്ത് നമുക്ക് അത്യാവശ്യം വലിയൊരു ഊതിന്റെ മരാണ് കേട്ടോ. ഞാന് ഒന്ന് നോക്കി എത്രങ്ങാനും വലിയ മരാന്നറിയോ. ഏകദേശം 15 വർഷം പ്രായമായിട്ടുണ്ടെന്ന ഈ ഒരു ഊതുമരത്തിന് അവർ പറഞ്ഞിട്ട്, ഇതിന്റെ ഓണർ പറഞ്ഞത്. അത്യാവശ്യം നല്ല വണ്ണവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അതുപോലെ നല്ല നീളത്തിലും പോയിട്ടുണ്ട് കേട്ടോ. നല്ല മാർക്കറ്റ്, നല്ല അത്യാവശ്യം നല്ല വില പിടിച്ച മരാണ്. ഇത് കുത്തി വെക്കാറായിട്ടുണ്ട് അല്ലേ. ആ അതെ, നല്ല നീളത്തിൽ പോയിട്ടുണ്ടല്ലേ ഇതിന്റെ. ഇത്രയും വലിയ ഊതിന്റെ മരം നമ്മളെ ഒരു വീഡിയോയിൽ ഇതുവരെ ഉൾപ്പെടുത്താൻ നമുക്ക് കിട്ടിയിട്ടില്ല, കഴിഞ്ഞിട്ടില്ല. അതെ, ഇപ്പൊ വലിയ മരം അങ്ങ് നീളത്തിൽ പോയിട്ടുണ്ട്. എത്രങ്ങാനും നീളാന്ന് നോക്കിയത്, ഇതിന്റെ ശിഖരങ്ങളും ഒക്കെ ആയിട്ട്. അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങൾ ഇനി നമുക്ക് തെങ്ങ് കാണാനുണ്ട്, കിണർ കാണാനുണ്ട്, റബ്ബർ കാണാനുണ്ട്, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഇനിയും കാണാൻ കിടക്കുന്നുണ്ട് കേട്ടോ. വാ പോയി നോക്കാം. ഇനിയിപ്പോ നമുക്ക് അടുത്ത് കാണാനുള്ള കിണറാണ് കേട്ടോ. വെള്ളത്തിന്റെ സൗകര്യത്തിന് കിണറൊക്കെ കോണ്ടാക്ട് ചെയ്യണ ഒരുപാട് ആൾക്കാർ എല്ലാരും വിളിക്കുമ്പോ ചോദിക്കുന്നത് നമുക്ക് ഇതിനകത്ത് വെള്ളത്തിന്റെ സൗകര്യം ഉണ്ടോ, വഴി ഉണ്ടോ എന്ന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങൾ ഉണ്ടോ എന്നൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഇതാ കാണുന്നതാണ് കിണർ കേട്ടോ. കിണർ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഏപ്രിൽ മാസത്തിന്റെ ലാസ്റ്റ് ആണ് കേട്ടോ. ഇത് നോക്കിയാൽ കിണറ്റിലെ വെള്ളം മൊത്തം 9 കോലില് വെള്ളം ഇപ്പോഴും വറ്റാത്ത വെള്ളമുണ്ട്. 365 ദിവസം നമുക്ക് ഈ ഒരു പ്ലോട്ടിൽ വെള്ളം കിട്ടുന്നുണ്ട്. ഇപ്പൊ ഇവര് ഇതിനകത്ത് മെയിനായിട്ട് വീട് കാര്യങ്ങളൊന്നും നമ്മൾ ഈ ഒരു പ്ലോട്ടിലില്ല. അപ്പൊ ഒരു മെയിനായിട്ട് വെള്ളം എടുക്കുന്നത് ഇപ്പൊ ഷീറ്റ് അടിക്കാനൊക്കെ ഉള്ള ആവശ്യത്തിന്, അങ്ങനത്തെ ആ ഒരു ആവശ്യത്തിനാണ് ഇപ്പൊ നിലവിൽ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത് കാണാനുള്ള ഒരു മെഷീൻ പരം കേട്ടോ. നമ്മളെ ഈ ഒരു പ്ലോട്ടിൽ ഏകദേശം ഒരു 200ഓളം റബ്ബർ ഉണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് പാലെടുത്ത് കൊണ്ടുവന്ന് ഷീറ്റ് അടിക്കാൻ സൗകര്യത്തിനുള്ള മെഷീൻ പരാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പൊ ഇതിനകത്തോട്ട് വരുമ്പോ നോക്കി അത്യാവശ്യം നല്ല സ്ട്രോങ്ങിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇതാ മേലെ നമുക്ക് ഓടൊക്കെ ഇട്ട് ഫുള്ള് സ്റ്റീലിലൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ചോർന്നൊലിക്കിയ സംഭവങ്ങളൊന്നുമില്ല, നല്ല നീറ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് ഷീറ്റ് ഉറയിച്ച് വെക്കാനുള്ള ഒരു പാതകവും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വെള്ളത്തിന്റെ സൗകര്യം ഇപ്പോൾ നേരത്തെ കണ്ടല്ലോ, വെള്ളം നല്ല വറ്റാത്ത വെള്ളമുള്ള കിണറൊക്കെ കണ്ടില്ലേ. അപ്പൊ വെള്ളമൊക്കെ ഇവിടെ എത്തും, വറ്റാത്ത വെള്ളമുള്ള കിണർ. പിന്നെ ഇതിനകത്ത് നോക്കിയേ നല്ല മെഷീൻ കേട്ടോ, 2 മെഷീനും ഉണ്ട്. അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് അല്ലേ. അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് കേട്ടോ. പിന്നെ വെള്ളം ഇപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റിക്കൊണ്ടിരിക്കുക ഒന്നും വേണ്ട. പിന്നെ അടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട്, അയൽവാസികളൊക്കെ ഒരുപാടുണ്ട്. ആ ഒരു വീടിനോട് ചാരി തന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വേറെ റോഡ് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ അവിടം വരെ അടുത്ത് വേറെ റോഡ് എത്തിയിട്ടുണ്ട്. ഇപ്പൊ അവിടം വരെ ഉണ്ട്. ഇനിയിപ്പോ നമ്മൾ ഈ ഒരു പ്ലോട്ട് എടുത്ത് ഒരു ഫാമിലിക്ക് ആയിട്ട് കുടുംബമൊക്കെ ആയിട്ട് താമസിക്കാന്നൊക്കെ ഉണ്ടെന്ന് നോക്കിയാൽ ഇതിനകത്ത് വലിയൊരു മാതളനാരകത്തിന്റെ വലിയൊരു മരം ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല കായ പിടിക്കണം. ആ വലിയ മാതളനാരക ഉണ്ടല്ലോ, അതിന്റെ ആണ് ഈ ഒരു ഇത്. അപ്പൊ നമുക്ക് അടുത്ത് നോക്കിയാൽ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ, കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ആർക്കും പറിച്ച് കൊടുക്കാനൊക്കെ നല്ല ചാമ്പങ്ങ ഉണ്ട് കേട്ടോ. ചാമ്പങ്ങയൊക്കെ നല്ല കായ്ക്കുന്നതാണ്, ഇഷ്ടം പോലെ കായ പിടിക്കണാണ്. ഇപ്പൊ നിലവിൽ ഇപ്പൊ ഇതിനകത്ത് കായൊക്കെ ഉണ്ട്, വലിയ കായ്കളാണല്ലോ അല്ലെ. അതെ. പിന്നെ ഇനിയിപ്പോ നമുക്ക് വേണമെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ജ്യൂസൊക്കെ അടിച്ചു കൊടുക്കാൻ വേണമെങ്കിൽ സപ്പോട്ടയൊക്കെ ഇഷ്ടം പോലെ കായ്ക്കണാണ്. ഒരു ചിക്കുവിന്റെ വലിയ മരമുണ്ട്. പിന്നെ അതുപോലെ പേരൊക്കെ ആണെങ്കിലും ഒരുവിധം എല്ലാവിധ ഫ്രൂട്ട്സ് ഐറ്റംസ് സാധനങ്ങളൊക്കെ ഇപ്പൊ ഇതിനകത്ത് എല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വഴിയെ പോയി നോക്കാം. പിന്നെ അതേ കറി വെക്കാൻ ആവശ്യത്തിന് മുരിങ്ങയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഒന്നും വേറെ എവിടെയും പോകേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാ പോലെ നമുക്ക് മുകളിലോട്ട് പോയി നോക്കാം. അങ്ങോട്ട് പോലെ പോയി നോക്കാം അല്ലേ. അതെ, നമ്മൾ പറമ്പിന്റെ മറ്റൊരു സൈഡിലാണ് ഇപ്പൊ നിൽക്കുന്നത് കേട്ടോ. വേറൊരു മൂലയിൽ എത്തിയപ്പോ കുറെ നടന്ന് ഇങ്ങോട്ട് എത്തിയപ്പോ പറമ്പിന്റെ സൈഡെല്ലാം അതിലെല്ലാം ഫുള്ള് കയ്യാല കെട്ടിയിട്ടുണ്ട് കേട്ടോ. ചുറ്റുഭാഗം ഫുള്ള് കയ്യാല കെട്ടി തിരിച്ചാണ്. പിന്നെ നേരത്തെ നമ്മള് വീട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ താഴെ കാണുന്ന ആ വീടാണ് ഇപ്പൊ നമ്മൾ നേരത്തെ കാണിച്ചു തന്നിട്ടോ. അടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട്. പിന്നെ അടുത്ത് നമുക്ക് കാണാനുള്ള കവുങ്ങ് നോക്കി, കവുങ്ങൊക്കെ നല്ല കായ്ക്കണ കവുങ്ങ്, ഏകദേശം 5 വർഷം പ്രായമായ കവുങ്ങ്. ഇതിന്റെയൊക്കെ വണ്ണം നോക്കിയാൽ അടിപൊളി കിടിലൻ മരം കേട്ടോ. സൂപ്പർ കവുങ്ങാണ്. അപ്പൊ നോക്കി ഒക്കെ ഒന്നിനൊന്നിനും മെച്ചമാണ് കേട്ടോ. ഇങ്ങനത്തെ കവുങ്ങ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 200-250ഓളം കവുങ്ങുകളുണ്ട് കേട്ടോ. തൈ കവുങ്ങായിട്ടും ഏകദേശം ഒരു കണക്ക് അവർക്ക് അറിയില്ല. ഏകദേശം ഒരു 300ന്റെ ഉള്ളിലുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മളൊരു 200 മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇങ്ങോട്ട് നോക്കി ഞങ്ങള് ചക്കൊക്കെ ഇഷ്ടം പോലെ കേട്ടോ. നിറയെ കായ്ച്ച് കിടക്കുന്ന നല്ല
പ്ലാവൊക്കെയാണ് ഉള്ളത് കേട്ടോ. ഒക്കെ വലിയ വലിയ മരമൊക്കെയാണ്. അത്യാവശ്യം എല്ലാവിധ സംഭവങ്ങളും ഫലവൃക്ഷങ്ങളായിട്ടും മറ്റൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ നോക്കിയാൽ ഇങ്ങോട്ട് നോക്കി ചെറിയൊരു പ്ലാവ്, നല്ല തേൻ വരിക്കേന്റെ പ്ലാവാണ് ഇത്. ബഡ് തൈയാണ്. നോക്കി ഇത്ര ചെറിയ മരത്തേലൊക്കെ ഇതുപോലെ നല്ല വലിയ കായന്റെ ഒക്കെ വലുപ്പം നോക്കി, ചക്കേന്റെ വലുപ്പം നോക്കി, വലിയ ചക്കല്ലേ ഇഷ്ടം പോലെ. അതെ, ചെറിയൊരു മരത്തിലല്ലേ ഇത് ബഡാന്ന് തോന്നുന്നു. അത് ബഡ്. അത്യാവശ്യം നല്ല വിളവൊക്കെ കിട്ടുന്ന നല്ല മണ്ണുള്ള സ്ഥലമൊക്കെയാണ്. കവുങ്ങൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാലോ, നല്ല വെള്ളവും വളമൊക്കെ കൊടുത്തിട്ട് നന്നായിട്ട് നോക്കുന്നതാണൊക്കെ കണ്ടാൽ അറിയാലോ. നല്ല കായ പിടിച്ചിരിക്കുന്നുണ്ട്. ഒക്കെ നോക്കി ഇഷ്ടം പോലെ കായ ഉണ്ട് കേട്ടോ കവുങ്ങെല്ലാം. പിന്നെ ഇതൊക്കെ നോക്കി ഈ ഒരു പ്ലാവ് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നല്ല തേൻവരിക്കാന്റെ തൈപ്ലാവാണ് കേട്ടോ. അതിനുള്ള കായൊക്കെ നോക്കിയൊക്കെ പഴുത്ത് വീഴാൻ തുടങ്ങിയിട്ടുണ്ട് ഇഷ്ടം പോലെ. ആർക്കും വേണ്ടാതെ കിടക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത് നോക്കി ആ കാണുന്നത് റബ്ബർ കേട്ടോ. റബ്ബർ പോയി കാണാൻ നമുക്ക് വേഗം വരി. ഇപ്പൊ റബ്ബറൊക്കെ നല്ല നല്ല ഇനം റബ്ബറാണ്. ഏകദേശം 200ഓളം റബ്ബറാണ് ഇപ്പൊ ഈ ഒരു പ്ലോട്ടിൽ. നമ്മൾ ഷീറ്റ് അടിക്കാനുള്ള മെഷീനൊക്കെ ഇപ്പൊ നേരത്തെ കണ്ടല്ലോ. നല്ല അടിപൊളി മെഷീനൊക്കെ ആയിട്ട്, വെള്ളത്തിന്റെ സൗകര്യവും ഷീറ്റ് അടിക്കാനൊക്കെ ആവശ്യത്തിന് വെള്ളം ഒക്കെ ഉണ്ട്. ഇതേപോലത്തെ ഒരു 200ഓളം റബ്ബർ മരങ്ങളാണ്. എല്ലാം 430 ഇനത്തിൽപ്പെട്ട മരങ്ങളാണ് കേട്ടോ നമുക്ക് ഈ ഒരു പ്ലോട്ടുള്ളത്. 2 വർഷമൊക്കെ ആയിട്ടുള്ളൂ ടാപ്പിംഗ് തുടങ്ങിയിട്ട്. ടാപ്പിംഗ് ഒക്കെ അത്യാവശ്യം നല്ല ടാപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഷീറ്റ് അടിക്കാനുള്ള സൗകര്യത്തിന് മെഷീൻ പെര, പിന്നെ പുകപ്പര എന്ന് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ നമ്മൾ നേരത്തെ ഓരോന്നോരോന്ന് നമ്മൾ വഴിയെ കാണിച്ചു കൊടുത്തു. ലാസ്റ്റ് കാണാനുള്ളത് ഈ റബ്ബറാണ്. റബ്ബറൊക്കെ കണ്ടില്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നോക്കിക്കൊണ്ട് നടക്കുന്ന റബ്ബറുകളാണ് അല്ലേ. ഒരു ചെറിയൊരു ഫാമിലി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 2 ഏക്കർ, ഒരു 3 ഏക്കറിന്റെ ഉള്ളിലൊക്കെ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് പറ്റിയ നല്ലൊരു കൃഷിയോട് താല്പര്യമുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം കൂടിയാണ് അല്ലേ. ഫിനിഷിംഗ് നോക്കി എത്ര നല്ല നീറ്റ് ആയിട്ടാ ടാപ്പിംഗ് ഒക്കെ ആക്കിയിട്ടുള്ളത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ 2 പശുവിനെയോ കുറച്ച് ആടിനെയൊക്കെ വാങ്ങി വളർത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ കേമായി അല്ലേ. അതെ. ഇനി നമുക്ക് കാണാനുള്ള ഇവിടെ ഈ മേളി ഭാഗത്തുള്ള കുറച്ച് തൈത്തെങ്ങാണ് ഇനി കാണാനുള്ളത് കേട്ടോ. അപ്പൊ ഏകദേശം നമ്മൾ നേരത്തെ ഫ്ലോട്ടിലോട്ട് കയറി വന്നപ്പോഴേ നമ്മൾ കാണിച്ചു തന്നായിരുന്നു, നല്ല കായ്ക്കണ തെങ്ങൊക്കെ കാണിച്ചു തന്നായിരുന്നു. അപ്പൊ ഏകദേശം ചെറുതും വലുതുമായിട്ട് ഏകദേശം 100ഓളം തെങ്ങാണ് ഇപ്പൊ ഈ ഒരു പ്ലോട്ടിനകത്തുള്ളത് കേട്ടോ. അതൊക്കെ നോക്കി ഒക്കെ കായ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. തെങ്ങെല്ലാം നല്ല ഇപ്പൊ നല്ല നല്ല തെങ്ങും തൈയൊക്കെയാണ്. അതിമേലൊക്കെ ഫുള്ള് മൊത്തത്തില് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ വന്ന് പറമ്പിന്റെ ഏറ്റവും ടോപ്പില് ഏകദേശം മൊത്തത്തിൽ നടന്ന് നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഏറ്റവും ടോപ്പിലാണ് ഇപ്പൊ ഉള്ളത്. ഇപ്പൊ ഇവിടെയൊക്കെ നോക്കിയാൽ കവുങ്ങൊക്കെ ഏകദേശം നല്ല കായ പിടിക്കാൻ തുടങ്ങിട്ടോ. അത്യാവശ്യം നല്ല നല്ല രീതിക്ക് തന്നെ കായ പിടിക്കുന്നുണ്ട്. തെങ്ങാണെങ്കിലും കവുങ്ങാണെങ്കിലും അതൊക്കെ നോക്കിയാൽ തെങ്ങൊക്കെ കായ പിടിച്ച് തുടങ്ങിയതാണ്, ചെറിയ തെങ്ങ്. പിന്നെ ഇതാ ബാക്കിയുള്ള സ്ഥലത്ത് വേണമെങ്കിൽ നമുക്ക് കപ്പ, ചേന, ചേമ്പ്, അതുപോലെ മഞ്ഞൾ, ഇഞ്ചി അങ്ങനെയുള്ള എല്ലാവിധ കൃഷികളും ചെയ്യാൻ പറ്റിയ നല്ല മണ്ണുള്ള സ്ഥലമാണ്. അത്യാവശ്യം എല്ലാവിധ എന്താ പറയാ, അത്യാവശ്യം നല്ലൊരു സ്ഥലം. അതെ, അത്യാവശ്യം കൃഷി കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് പറ്റിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. സെന്റിന് ചെറിയ റേറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവർ ചോദിക്കുന്നുള്ളൂ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. മാക്സിമം പെട്ടെന്ന് പറഞ്ഞിട്ട് ഷെയർ ചെയ്ത് ഒരു കാര്യം പറയാനുള്ള, മെയിൻ ആയിട്ട് ഒരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ചാല് വീഡിയോ ഞങ്ങൾ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം കോണ്ടാക്ട് ചെയ്യുക. അതാണ് നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്ന പറമ്പിന്റെ ഏറ്റവും ടോപ്പിലുള്ളപ്പോ നേരത്തെ കാണിച്ചു തന്നില്ല, വഴിയെല്ലാം കാണിച്ചു തന്നില്ല. അപ്പൊ ഈ കാണുന്ന സ്ഥലമാണ് ഏറ്റവും ടോപ്പിലാണ് കേട്ടോ. ടോപ്പ് എന്നുള്ളൊരു വ്യൂ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞങ്ങള് നല്ല അടിപൊളി കിഡിലെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുന്ന സ്ഥലമാണ്. പിന്നെ അടുത്തുള്ള സ്ഥലങ്ങളിൽ ഇവിടെയൊക്കെ ഫുള്ള് റബ്ബർ തന്നെയാണ് കേട്ടോ. ചുറ്റുഭാഗവും റബ്ബർ തോട്ടങ്ങൾ തന്നെയാണ് ഫുള്ളായിട്ട്. ഇനി ഈ റോഡ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ നല്ല ലെവല് സ്ഥലമാണ്. പിന്നെ നമുക്ക് അടുത്തുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ പറഞ്ഞാൽ ജാനകി ഫോറസ്റ്റ് വരുന്നുണ്ട്, അതുപോലെ തുഷാരഗിരി വാട്ടർഫാൾസ് വരുന്നുണ്ട്. പിന്നെ നമ്മളെ മലബാർ വൈൽഡ് ലൈഫ് സാഞ്ചുറി അല്ലേ. അതെ, ഏകദേശം നമുക്ക് ഇവിടെ അടുത്ത് തന്നെയാണ് നമുക്ക് ഈ ഒരു ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ നമ്മൾ ഈ ഒരു പ്ലോട്ടിൻ്റെ അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. നമുക്ക് തൊട്ടിൽ പാലത്തിനും ഒക്കെ അധിക ദൂരമോ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ കുറ്റ്യാടി ചുരത്തിലേക്ക് നമുക്ക് ഇവിടുന്ന് എത്തിപ്പെടാൻ വളരെയധികം എളുപ്പത്തിൽ എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലമാണ്. പിന്നെ വയനാട്ടിലോട്ട് പോകണമെന്നുണ്ടെങ്കിലും അധിക ദൂരമോ കാര്യങ്ങളൊന്നും നമുക്കില്ല. മാനന്തവാടിയിലോട്ട് ഏകദേശം ഒരു 40 കിലോമീറ്റർ മാത്രമാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ നിന്നുള്ള ദൂരം എന്ന് പറഞ്ഞാൽ. നമ്മളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയും. നമുക്ക് മുള്ളൻകുന്ന് എന്ന് പറഞ്ഞ സ്ഥലമാണ് നമ്മളെ കുറ്റ്യാടി ടൗണിൽ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ അകലത്തിലാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്. മൊത്തം 2 ഏക്കർ 75 സെൻറ്റ് സ്ഥലമാണുള്ളത്.
അപ്പോൾ അങ്ങനെ നമ്മളെ സ്ഥലവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളെ കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വെറും 5 കിലോമീറ്റർ മാറിയിട്ട് മുള്ളംകുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ ഒരു 2 ഏക്കർ 75 സെൻറ്റ് സ്ഥലം കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ടു കാണും എന്ന് വിശ്വസിക്കുന്നു. മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾ ഇതിൻ്റെ ഓണർ നമ്പർ ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറായിട്ട് ഒന്ന് കച്ചവടം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഇവർ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ സെൻറ്റിന് 50,000 രൂപയാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിളായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു പ്രോപ്പർട്ടി എടുക്കണമെന്നോ സ്വന്തമാക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലുമൊക്കെ സെയിൽ ചെയ്യാൻ ഈ കോഴിക്കോട് ഭാഗത്തോ അതല്ലേ കണ്ണൂർ, കാസർഗോഡ്, പിന്നെ കർണാടകത്തിലൊക്കെ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ ഏതെങ്കിലുമൊക്കെ കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അത് 98 95 18 18 86 നമ്മളെ സ്വർഗ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൻ്റെ നമ്പർ. നിങ്ങളതുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലം പ്രോപ്പർട്ടിയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം അല്ലേ. അതുവരെ ബൈ.